ഹലോ ഗൈസ്, ഞാനിന്നിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പനിക്കൂർക്ക, ചുമക്കൂർക്ക, ഔഷധ ചെടികളായ തുളസി ഇതൊക്കെ ചേർത്തിട്ട് ഉണക്കി നമുക്കെങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം വരൂ കൂട്ടുകാരെ, എൻ്റെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജം. അപ്പം വരൂ. കണ്ടോ, ഇത് ചുമക്കൂർക്കയാണിത്. ഇപ്പം മഴ കഴിഞ്ഞപ്പം ഒത്തിരി അങ്ങ് വളർന്ന് വളരെ അധികം നിൽപ്പുണ്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ചവിട്ടിയുമൊക്കെ ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് റോക്കിയൊക്കെ നടക്കണതാണ് ഇതില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പറിച്ച് ഉണക്കി സൂക്ഷിക്കും ഞാൻ. രാവിലത്തെ ഹെൽത്ത് ടീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ശരീരത്തിന് അസ്വസ്ഥത തോന്നിയാൽ നമുക്കിത് തിളപ്പിച്ച് ഇതാക്കി തിളപ്പിച്ച വെള്ളമായിട്ട് ഉപയോഗിക്കാം. ഞാനത് എങ്ങനെയാണ് ഞാനത് ചെയ്ത് വെക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ ഉണക്കി വെക്കും. ഈ ഒടിച്ചെടുത്തെടുത്തുനിന്ന് വീണ്ടും ധാരാളം ചെനപ്പ് വരും. ഒടിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ചെനപ്പ് വരുള്ളൂ നന്നായിട്ട്. കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ചുമക്കൂർക്കയുടെ തണ്ടിന് ഇങ്ങനെ ചുമന്ന കളറുണ്ടാവും. പനിക്കൂർക്ക തനിയൊരു ലൈറ്റ് പച്ചയായിരിക്കും, തണ്ടും ഇലയൊക്കെ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ, ഇതാണ് പനിക്കൂർക്ക. പനിക്കൂർക്കയുടെ ഇലക്ക് കട്ടിയുണ്ടാവും, കുറച്ചും കൂടി ജലാംശം കൂടുതലുണ്ടാവും ചുമക്കൂർക്കനേക്കാളും. കൂടുതൽ മണവും ഉണ്ടാവും, കളറ് പച്ചയായിരിക്കും. കണ്ടോ, മുക്കൂറ്റി, കീഴാർനെല്ലി ഒക്കെ ചേർക്കാം. ഔഷധങ്ങളായിട്ടുള്ള എല്ലാ ഇലകളും ചേർക്കുക. കീഴാർനെല്ലിയൊക്കെ മൂത്രസംബന്ധമായ അസുഖമുള്ള ആളുകൾക്കാണേ. അപ്പം അതൊക്കെ ചേർക്കുമ്പോൾ അധികം കൂടുതൽ ദിവസം വെള്ളം കുടിക്കരുത്. എന്ന് വെച്ചാൽ യൂറിൻ പോകാത്ത ആളുകൾക്ക് നല്ലതാണ്, പക്ഷെ അത് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നിർത്തണം. ഇതൊക്കെ അങ്ങനെ നമുക്ക് ദോഷമൊന്നുമില്ലാത്തതാണ്, എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ചില ഔഷധങ്ങൾ അങ്ങനെയാണ്, ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കണ പോലെ തന്നെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന പോലെ തന്നെയാണ് അതുമൊക്കെ. കണ്ടോ, ഇത്രയും പറിച്ചപ്പോൾ തന്നെ ഇവിടെ കാട് പോലെ ഇരുന്നതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡബിൾ കാർഡായിട്ടായിരിക്കും, ഡബിളല്ല ത്രിബിൾ ഉണ്ടാവും, അത്രയും ഉണ്ടാവും അടുത്ത പറിക്കാൻ നേരത്ത്. കണ്ടോ, ഞാനിപ്പോൾ തൽക്കാലം ഇത്രയും പറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഉണ്ട് കുറേ നാളത്തേക്ക്. ഇത് കഴുകി ഉണക്കാൻ വെക്കാം. നന്നായി ഇങ്ങനെ ഇളക്കി കഴുകണം കേട്ടോ. അപ്പോൾ
ഇലയുടെ അവിടെയൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്ക് പൊടി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുള്ളൂ. നമുക്ക് മൊത്തം കഴുകിയെടുക്കാം. ഈ ഇലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ രാവിലെ ഒരു ഗ്ലാസ് ചായയുടെ കൂടെ ഇതൊരു ഇച്ചിരി പൊടിയും കൂടി ചേർത്ത്, നമ്മൾ ഉണക്കി വെച്ചത് പൊടിയും കൂടി ചേർത്ത് വെള്ളം കുടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു അസുഖങ്ങളും വന്ന് കൂടില്ല. പകർച്ചവ്യാധിയൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മളെ ബാധിക്കില്ല. ഒരു പൊടിക്ക് ചെറുനാരങ്ങ കൂടി ചേർത്താൽ ഒരസുഖവും നമുക്ക് വരില്ല. കണ്ടോ, ഞാനിവിടെ ഇതിങ്ങനെ കഴുകി വാരി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇനി ഇത് വെള്ളം ഒന്ന് വാർന്ന് പോയ ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. ഇത് പനിക്കൂർക്കയുടെ ഒക്കെ ഇത് നല്ല ജലാംശം ഉള്ളതായതുകൊണ്ട് കുറച്ച് ദിവസം പിടിക്കും കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. ജലാംശം നന്നായിട്ട് വലിഞ്ഞു പോകണമല്ലോ, അതുകൊണ്ട്. കണ്ടോ, ഇത് കീഴാർനെല്ലി. ഈ ഇലയുടെ അടിയിൽ നെല്ലിക്ക പോലെ ഉണ്ടാവും. കണ്ടോ, ഇതെല്ലാം കൂടി. ഇത് മുക്കൂറ്റി, കഫക്കെട്ടിന് ഭയങ്കര എഫക്റ്റീവാണിത്. കണ്ടോ, ഞാനെടുത്ത് ഉണക്കി വെച്ചിരിക്കുന്നതിൽ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്, നേരത്തെ വെച്ചത്. ഇപ്പോൾ ഞാൻ ഈ പനിക്കൂർക്ക, ചുമക്കൂർക്ക ഇതും കൂടിയാണ്. അത്രയും വളർന്ന് നിൽക്കുന്നതുകൊണ്ടേ നശിപ്പിച്ച് കളയാൻ തോന്നില്ല. അത് അങ്ങോട്ട് ഉണക്കി വെക്കാമെന്ന് വെച്ചു. പേരയില, അങ്ങനെ വെറ്റിലയുടെ കിളുന്ത്, ഒത്തിരി ഔഷധ ഇലകളുണ്ട്. അതൊക്കെ നമുക്ക് ചേർക്കാം. ഇതിൻ്റെ ഇല ചെറുതാണ്, തണ്ട് പച്ച കളർ തന്നെയാണ്. ചുമക്കൂർക്കയുടെ ഇല കുറച്ചും കൂടി വലുതായിരിക്കും, കട്ടിയും കുറവായിരിക്കും. തണ്ട് ഒരു വയലറ്റ്, ഒരു റെഡിഷ് ചേർന്ന വയലറ്റ് ആയിരിക്കും. കണ്ടോ, ആ ചുമക്കൂർക്കയും പനിക്കൂർക്കയുടെ ഇലകൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടും വരെ നന്നായി നമുക്ക് ഉണക്കിയെടുക്കാം. അതിന് നമുക്ക് അത് സൂക്ഷിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച ശേഷം പുറത്തെടുത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അല്ലെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് വേണം പുറത്തെടുത്ത് വെക്കാൻ. കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം. പുറത്ത് വെക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് വെയിൽ കാണിച്ചിട്ട് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും അതിലിരുന്നോളും. ഇതുപോലെ നമുക്ക് ഉണങ്ങിക്കിട്ടും. ഈ ഇലകൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് ഹെൽത്ത് ടീ ആയിട്ട് രാവിലെ ഉപയോഗിക്കാം. കഫക്കെട്ട് ചുമയൊക്കെ ഉള്ള ആളുകൾക്ക് അസുഖമേ മാറിപ്പോക്കോളും. എന്താണ്, ഞാൻ ഒന്നും ചെയ്യണില്ല നിന്നെ. ഞാനതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പൊക്കോളാമേ. കുഞ്ഞിപ്പെണ്ണീൻ്റെ ചേട്ടനാണ്. അവൻ ഇങ്ങനെ വന്ന് ഇരുന്നിട്ടങ്ങ് പോവും. ഇത് പനിക്കൂർക്കയിലയും ചുമക്കൂർക്കയിലയും ഉണക്കി വെച്ചതാണ്. ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ച് ഹെൽത്ത് ടീ ആയിട്ടൊക്കെ കുടിക്കാം. ഉണക്കി വെച്ചിരുന്നാൽ നമുക്കത് വളരെ ഉപകാരമുള്ള ഒന്നാണത്. കണ്ടോ, ഞാനിതുപോലെ തുളസിയില, കീഴാർനെല്ലി, മുക്കൂറ്റി, മുരിങ്ങയില, അങ്ങനെ ഔഷധമുള്ള എല്ലാ ഇലകളും എടുത്തിങ്ങനെ ഉണക്കി പൊടിച്ച് വെക്കും. കണ്ടോ.